പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് കടലിടുക്കാണ് അടച്ചത്? ഹോർമുസ്. കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ സുരക്ഷയും സുതാര്യതയും വർദ്ധിപ്പിക്കാൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ കൈറ്റ് ക്യൂട്രാക്ക്. 2020 ലോകകപ്പിലെ വേഗമേറിയ സെഞ്ചുറിയെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ന്യൂസിലാൻഡ് താരം ഫിൻ അലൻ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ 33 പന്തിൽ 100 റൺസ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് മേറ്റിൽ രാധാകൃഷ്ണൻ. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നതെവിടെ? വടകര, കോഴിക്കോട്. കേരള ജിനോം ഡേറ്റാ സെന്റർ നിലവിൽ വന്നതെവിടെ? തിരുവനന്തപുരം. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡ്. 2026 പുരുഷ T20 ലോകകപ്പ് ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് തരൺജിത്ത് സിംഗ് സന്ധു. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി സുശക്തി മിഷൻ. ഇറാന്റെ പരമോന്നത നേതാവായി നിയമിതനായത് മുജ്തബ ഖാംനെയി. നേപ്പാളിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെ നേതാവ് ബലേന്ദ്ര ഷാ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ കൊച്ചിയിൽ അഭയം തേടിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS-11 ഇന്ത്യയിലെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് ഡൽഹി മെട്രോ. 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ പ്രഗതി വികാസ്.